ശ്രീലങ്കയിലെ കൊളംബോ എയർപോർട്ട് സ്പോർട്സ് കോംപ്ലക്സ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്റർനാഷണൽ റോളർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ച് കണ്ണൂർ താണ സ്വദേശി സാഹിൽ അഷ്കർ വീണ്ടും ഇന്ത്യക്ക് അഭിമാനമായി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ച സാഹിലും സംഘവും 3ാം സ്ഥാനം നേടി. ഈ അഭിമാനകരമായ നേട്ടത്തോടെ ഇന്ത്യക്ക് സെക്കൻഡ് റണ്ണറപ്പ് പദവി ലഭിച്ചു. തായ്ലൻഡിൽ നടക്കുന്ന അടുത്ത ലോക ചാമ്പ്യൻഷിപ്പിലും ടീമിൽ ഉൾപ്പെട്ടതായി സാഹിൽ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. 2ാം തവണയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന സാഹിൽ ആഗോള വേദിയിൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നത് തുടരുകയാണ്. 2022 മലേഷ്യയിൽ നടന്ന മുൻ ഇന്റർനാഷണൽ റോളർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച് വിജയത്തിലെത്തിയിരുന്നു. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ഉറപ്പാക്കുകയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തു. കണ്ണൂർ താണയിൽ പരേതനായ അഷ്കർ എംവിയുടെയും ഷെഹ്ല അഷ്കറിന്റെയും മകനായ സാഹിൽ കണ്ണൂർ ചിന്മയ സ്കൂൾ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വാർത്താ സമ്മേളനത്തിൽ ഷെഹ്ല അഷ്കറും പങ്കെടുത്തു. My name is Sahil. ഞാൻ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്തു റോളർ നെറ്റഡ് ബോൾ സ്കേറ്റിംഗ് ആണ്. ഇത് സെക്കൻഡ് ഇന്റർനാഷണൽ റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പാണ്. ഇതിൽ ഫ്യൂ ടീംസ് പങ്കെടുത്തു. അതിൽ മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, മാൽഡീവ്സ്, ഇന്ത്യ, UAE എന്ന കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതിൽ ഇന്ത്യക്ക് സീനിയർ ബോയ്സിൽ 3rd പൊസിഷനും ഓവറോൾ കാറ്റഗറി റണ്ണപ്പിന് 2nd പൊസിഷനും കിട്ടി. പിന്നെ ഞാൻ ഈ സ്കേറ്റിംഗ് തുടങ്ങിയത് ആക്ച്വലി ഫസ്റ്റ് സ്റ്റാൻഡേർഡിനാണ്. ഇത് ഈ ഒരു ഗെയിം വന്നു എന്നുള്ള രീതിയിൽ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാനിത് കുറച്ച് പ്രൊഫഷണലൈസായിട്ട് എടുക്കാൻ തുടങ്ങി. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ സ്കൂളിൽ ക്യാമ്പ് നടക്കാറുണ്ട് സ്കേറ്റിങ്ങിൻ്റെ. അപ്പം ഞാൻ അതിന് ജോയിൻ ചെയ്തതാണ്. അത് ഞാൻ കുറച്ച് ഒന്ന് ലെവലായി അതിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തപ്പം ഒന്ന് പ്രൊഫഷണലൈസായിട്ട് മാറാമെന്ന് വിചാരിച്ചു. അതിൽ തന്നെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിന്മയ വിദ്യാലയം, ചാലക്കൽ.